ഹലോ ഡിയേഴ്സ്, ഇന്നൊരു ആലിയ കട്ട് മോഡൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് മെയിൻ ക്ലോത്താണ്. ഈ ക്ലോത്തിന് നല്ല വീതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആലിയ കട്ട് മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് ലൈനിങ് ക്ലോത്താണ്. ലൈനിങ് ക്ലോത്ത് മുകളിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്ത് താഴെ വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ യോക്ക് പാർട്ടൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ മാർക്കിങ്സ് ചെയ്യുന്നത്. 14 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്, സീം അലവൻസും കൂടി ചേർത്തിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഷോൾഡർ, നെക്ക്, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ വേസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് 16 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ആലിയ കട്ട് മോഡൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഞാൻ ഈ സെൻറ്ററിലേക്ക് ഒരു ലൈനാണ് കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്നും ഒരു 3 ഇഞ്ച് മുകളിലേക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെയാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് റൗണ്ടിൻ്റെ ഈ കോർണറിൽ നിന്ന് മുകളിൽ സെൻറ്ററിൽ ആ 3 ഇഞ്ചിലേക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ സെൻറ്ററിലൊരു ബെൻഡിങ് വരും. താഴെയുള്ള സ്കേർട്ട് പാർട്ട് പിടിപ്പിക്കുമ്പോൾ ഇവിടെ ഞെറിവുകളാണ് വരുന്നത്. താഴെയുള്ള പോർഷനാണ് സ്കേർട്ട് പാർട്ടായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അവിടെയും ഒരു ചെറിയൊരു ബെൻഡിങ് വരും. അപ്പോൾ മുകളിലത്തെ ആ ബെൻഡിങ്ങും താഴെയിലത്തെ ഈ ബെൻഡിങ്ങും കൂടെ ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ആലിയ കട്ടിൻ്റെ മാർക്കിങ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.